ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചൊവ്വാഴ്ച കാലം ഞങ്ങളുടെ പാൽപ്പാൻ ദൈവം സഹായിച്ചതിനായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നത്, നാം സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. സ്തോത്രം. സാത്താനങ്ങളെ തന്ത്രങ്ങളെ അറിയുക. ഇന്ന് പൽക്കാലം ദൈവം അതിൽ വചനമായി ഞങ്ങൾ ആയിരിക്കാൻ ദൈവം സഹായിക്കുന്നു. സാത്താൻ ആരെ വീഴ്ത്തേണ്ടതെന്ന് കരുതി ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്നു. സാത്താൻ്റെ വീഴ്ചയ്ക്ക് ഒറ്റ കാരണം അവൻ്റെ അഹങ്കാരമാണ്. നമുക്ക് വചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. യെശയ്യാ പ്രവചനം 14:12 മുതൽ 15 വാക്യങ്ങളിൽ നമുക്ക് കാരണമാൻ കഴിയുന്നു. അർണോദയനായ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ തള്ളിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ നിന്നും സമാഗമമായ പർവ്വതത്തിൽ നിന്നും ഞാൻ ഉത്തരം ഇരുന്നള്ളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് വീഴും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിനെ തുല്യമാക്കി, ദൈവത്തിൻ്റെ ശക്തിക്കും അതിന് തുല്യനായിരുന്നൊരു ദൂതനായിരുന്നു. എന്നാൽ അവന് അഹങ്കാരം, നിഹളം എപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വന്നോ ആ സമയം ദൈവം അവനെ അടിച്ച് താഴെയിടുവാനിടയായി തീർന്നു. ഞാൻ ദൈവത്തിനോട് സമമാകും എന്നുള്ള ചിന്ത അവനെ ഭരിച്ചപ്പോഴാണ് ശത്രുവിനെ ദൈവം തട്ടി താഴെയിടുവാനിടയാക്കിയത്. ദൈവമക്കളെ, ഈ ദിവസം നമ്മുടെ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. സാത്താൻ്റെ കൊമ്പുകൾ അഹങ്കാരത്തിൻ്റെ കൊമ്പാണ്. ഈ കൊമ്പിനെ അവൻ മനുഷ്യരിലേക്ക് ആഴ്ന്നിറക്കുന്നു. ഈ സ്വയം മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുന്നു. അഹങ്കാരം വരുമ്പോൾ കോപം ജനിക്കുന്നു എന്ന കർത്താവിൻ്റെ വചനത്തിൽ എഴുതിക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ സ്വയം സാത്താൻ ഓരോരുത്തരിലും കുത്തിവെച്ച് ഭവനത്തിലും സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ലോകം മുഴുവൻ കോലാഹലം ഉണ്ടാക്കുവാനും കോപം ജനിക്കുവാനും ഒക്കെയും കാരണമായിത്തീരുന്നു. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ജാഗ്രത പാലിക്കേണ്ടുന്നവരാകണം. വെറുപ്പും അസൂയയും കയ്പും ജഡിക മോഹങ്ങളും വരുമ്പോൾ ഹല്ലേലൂയ, ജാഗ്രതയോട് വേണം നമുക്കത് കൈകാര്യം ചെയ്യുവാൻ. സ്വതം സാധാരണ തന്ത്രങ്ങളെ നമ്മൾ അറിയാതെ പോകരുത്. യഹോവയുടെ രാജ്യം വരണമേ, കർത്താവിൻ്റെ വചനം വരണമേ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ശത്രുവിൻ്റെ ഇഷ്ടങ്ങളൊക്കെ, ശത്രുവിൻ്റെ എതിർത്തിന് ഇപ്പം ഞാൻ അതിൻ്റെ ഓടി പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് ഇനി പറയുന്നു, നമ്മൾ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ, അവരറിഞ്ഞ് അവയോട് എതിർത്ത് നിൽക്കുന്നവരായി തീരണം. എന്നാൽ ദൈവരാജ്യം നൽകാനായി ദൈവം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യത്തിനായി സ്ഥലമില്ലാതെ വരുന്നു. സാത്താൻ പാവം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കരുത്. ദൈവരാജ്യം സ്ഥാപിതമാകുന്നത് അവന് ഇഷ്ടമല്ല. സാത്താനെ യേശു തോൽപ്പിച്ച വിധങ്ങളെ നമുക്ക് ഓർക്കാം. സ്തോത്രം. ദൈവമക്കളെ, ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 40 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് ദൈവമേ മരുഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവം അവനെ പരീക്ഷിക്കുന്നത് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ശത്രുവിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ എതിർത്ത് നിൽക്കുമ്പോൾ നമ്മൾ എളിമയുള്ളവരായി തീരണം. ദൈവസ്വരൂപത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നുവെന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-8 വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ. സാത്താൻ അഹങ്കാരം കുത്തി നിറച്ച് മനുഷ്യരെ വീഴ്ത്തുമ്പോൾ സ്തോത്രം, യേശു എളിമ നിറച്ച് മനുഷ്യകുലത്തെ രക്ഷിക്കാനിടയായി തീർന്നു. സ്തോത്രം. യേശുവിൻ്റെ എളിമയാണ് മനുഷ്യകുലത്തെ ദൈവത്തിലേക്ക് നീട്ടുവാൻ കാരണമായിരുന്നത്. പ്രിയ ദൈവമക്കളെ, ആകിയാൽ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആ എളിമയും താഴ്മയും നമുക്ക് ധരിക്കുവാൻ, നമ്മൾ അഹങ്കാരം ശകലം പോലും മുളകുവാൻ ഇടയായി തീരരുത്. അങ്ങനെ ഒരു വിത്ത് ശത്രു ഹൃദയത്തിൽ വിതറുമ്പോൾ തന്നെ അതിൻ്റെ നാമ്പ് കിളുക്കുന്നതിന് മുമ്പ് തന്നെ വളർന്നു വരുന്നതിന് മുമ്പ് നമുക്ക് അതിനെ ഹൃദയത്തിൽ നമുക്ക് അതിൻ്റെ പിഴുത് കളയുവാൻ ഇടയായി തീരണം. രണ്ടാമത് കർത്താവ് പറയുന്നത് പ്രാർത്ഥനയും ഉപവാസം. ഭവനങ്ങളിൽ നമ്മൾ അസ്വസ്ഥതകൾ നിറയുമ്പോൾ മനസ്സിലാക്കണം, അല്ല കുഞ്ഞുങ്ങളിൽ കൂടിയോ മറ്റ് പല വിഷയങ്ങളിൽ നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഭവനങ്ങൾ അസ്വസ്ഥതകൾ നിറയുമ്പോൾ മനസ്സിലാക്കുക,
പ്രാർത്ഥനയാൽ ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല എന്ന് യേശു പോലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു പോലും പലപ്പോഴും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നാം എത്രയോ അധികമായി നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. യേശു അങ്ങനെ ഒരു മാതൃക കാണിച്ചു തന്നെങ്കിൽ നമ്മൾ അതിനേക്കാൾ എത്രയോ ചെയ്യണം. പ്രാർത്ഥിക്കുകയും വേണം, ഉപവസിക്കണം, കരയണം. ദൈവസന്നിധികൾ നമ്മൾ മുഴങ്കാൽ മുടക്കുന്നവരെ വേണം. വിറക് നമുക്ക് കത്തിക്കാം. നമ്മളൊരു ആഹാരം പാകം ചെയ്യണമെങ്കിൽ അത് വിറക് കത്തിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ. എന്നാൽ തീയിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാലോ അത് ആളിക്കത്തുവാനിടയായി തീരും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അതുപോലെ വിറക് നമുക്ക് കത്തിക്കാം. തീ ആളിക്കത്തുന്ന പോലെയുള്ള പ്രാർത്ഥനയാലുള്ള തീ ഉപവസിക്കുമ്പോൾ നമുക്കത് ആളിക്കത്തിക്കുവാനിടയായി തീരും. സ്വതം തീ ആളിക്കത്തുവാനിടയായി രണ്ടും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കണ്ടുവരുവാനിടയായി തീരും. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറയുക. ഉപവാസം എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയും കൂടെ ആകുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഒരു വിറക് വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ എന്താ ചെയ്യുക, അത് ആളിക്കത്തുവാനായി തരില്ലേ. അങ്ങനെ ഒരു അനുഭവമാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് ഒരേപോലെ ഈ വിറകും മണ്ണെണ്ണയും ഉപയോഗപ്പെടുത്തുന്ന ആളിക്കത്തുന്നത് പോലെ ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആളിക്കത്തുവാനിടയായി തീരും. ഈ രണ്ടും ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളെ കൊണ്ടുപോകാനിടയായി തീരും. മൂന്നാമത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥനയും ഉപവാസവും സ്തോത്രവും ഒഴുങ്ങിയാൽ ആ ഭവനത്തിൽ നിന്ന് പിശാച് അലറി ഓടുകയും ആ ഭവനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുകയും ചെയ്താൽ നാം 4 നേരവും ആഹാരം കഴിച്ച് ജഡത്തെ പോറ്റുന്നു. ആത്മാവിന് ആഹാരം കൊടുത്താൽ ആ നിലനിൽപ്പാടേതാകുന്നു. 1 യോഹന്നാൻ 4:4 ഇങ്ങനെ എഴുതുന്നു, നിങ്ങളുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാകുന്നു. സ്തോത്രം. അങ്ങനെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രവർത്തിച്ച് കാണിക്കുവാൻ നമ്മൾ ജഡമല്ല ജയമെടുക്കേണ്ടത്. നമ്മൾ ജഡത്തിനല്ല ഭക്ഷണം കൊടുക്കേണ്ടത്. 4 നേരം നമ്മൾ ജഡത്തിന് ഭക്ഷണം കൊടുക്കുന്നതിന് പോലെ തന്നെ വാസവും പ്രാർത്ഥനയും ആരാധനയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം നമ്മൾ നയിക്കുന്നുവെങ്കിൽ ഉള്ളതിൽ പരിശുദ്ധാത്മാവിനെ അനുദിനം പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുദിനം ഒതുക്കുവാനിടയായിത്തീരും. സ്തോത്രം. നാലാമത് ദൈവത്തിൻ്റെ വചനം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതത്തിൽ നമുക്ക് സാത്താൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വചനം ഉണ്ടായിരിക്കണം. കർത്താവ് വചനത്താലാണ് പിശാചിനോട് എതിർത്തുന്നത്. യാക്കോബ് 4:7 പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് കാണുവാനിടയായി. സാത്താനെ വചനങ്ങൾ വാളിനാൾ ഓടിക്കണം. യേശുവിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ നാം കാണുന്നുണ്ട്. അവന് 3 തവണയും കർത്താവിൻ്റെ വചനം പറഞ്ഞ് ആട്ടി ഓടിച്ച്. എഫെസ്യർ 6-ാം അധ്യായത്തിൽ സാത്താനെ തോൽപ്പിക്കാൻ നമ്മൾ എടുക്കേണ്ട പ്രധാന ആയുധമായി വചനമെന്ന വാളിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട് കാണുന്നത്. ആ വചനത്തിൻ്റെ ആയുധം ഏന്തി വേണം നമ്മൾ സാത്താനോട് പോരാടുവാൻ. വചനം നമ്മുടെ ഹൃദയത്തിലില്ല എങ്കിൽ നമുക്ക് ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഏത് പ്രതിസന്ധി സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, ആ സാഹചര്യത്തിന് തക്കതായ വചനം നാം ഉപയോഗിക്കണം. കർത്താവ് നമുക്കതാണ് കാണിച്ചു തന്നെ. കല്ലെടുത്തപ്പോൾ ആ കല്ലിനെ പ്രതികരിച്ച് ആ പിശാചിൻ്റെ തന്ത്രത്തെ ജയിക്കുവാൻ വചനമെടുത്തു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൊണ്ടെന്ന് പറഞ്ഞ് ആ വചനം കൊണ്ടാണ് ആ കല്ല് കൊണ്ട് അപ്പമാക്കാൻ വന്നപ്പോൾ പിശാചിനെ ദൈവം ജയിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് അനിശ്ചിതമായ ഏത് പ്രതികൂലമാണോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, ആ പ്രതിസന്ധി നേരിടുവാൻ അപ്പോൾ ദൈവം നമുക്കൊരു വചനം തരും. ആ വചനം കൊണ്ട് വേണം നമുക്ക് ആ പിശാചിനെ അവിടെ മർമ്മത്തിൽ തലക്കിട്ടല്ലേ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വചനം അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ സാത്വിനെ എതിർക്കാൻ നമുക്ക് സാധ്യമല്ല. അത് നമുക്ക് കൃപ വേണം. ദൈവത്തിന് നമുക്ക് കൃപ പ്രാപിപ്പാടിയാകണം. സാധാരണ കെണി വെച്ചിരിക്കുന്നത് അത് വീഴാതെ നമ്മൾ നോക്കണം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കെണികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏത് രീതിയിലുള്ള കെണികളാണ് വരുന്നത് നമുക്കറിയാൻ കഴിയില്ല. ദൈവാഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ അവന് പറ്റുന്ന കെണി കൊണ്ടുവെക്കും. ജഡാക്സിയുള്ള വ്യക്തിയാണെങ്കിൽ അതിന് പറ്റുന്ന കെണി കൊണ്ടുവെക്കും. സ്ഥാനമോഹങ്ങളാണെങ്കിൽ അതിന് പറ്റിയ കെണി, കോപസ്വഭാവമുള്ളവനാണെങ്കിൽ അതിന് പറ്റിയ സാഹചര്യം കൊടുക്കുന്നു. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കണം. ദാവീദ് പറഞ്ഞു, ഒരു പക്ഷിയെ പോലെ അവൻ നമ്മളെ കെണിയിൽ നിന്ന് വഴുതിപ്പോന്നു. സ്തോത്രം. ശത്രു കെണി ഒരുക്കി. 124-ാം സങ്കീർത്തനം 7-ാം വാക്യം, വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ പ്രാണം വഴുതി പോന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ നോക്കിയേ, ഒരു സാധാരണ ഒരു കെണിയാണത്. ആ കെണിയിൽ നാം വഴുതി പോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷി പോലെ അതിൽ നിന്ന്
നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനമുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. സാത്താൻ ഒരുക്കുന്ന ഓരോ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു ആഗ്രഹമാണ്. സ്വന്തം ശക്തിയാൽ നമുക്കതിന് കഴിയില്ല. പാവത്തെ ജയിക്കാനാവില്ല. ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് നമ്മൾ കടന്നു വരണം. വ്യഭിചാര കുറ്റവും കൊലപാതകവും ചെയ്ത ദാവീദിനെ അനുദപിച്ച് അനുമതപനം ചെയ്ത് അവൻ കൃപാസനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ ലംഘനങ്ങളും പാവങ്ങളും ദൈവം ക്ഷമിച്ചു കൊടുത്തു. ചെറുതും വലുതുമായ തെറ്റുകളിൽ വീഴാതിരിക്കാൻ കൃപയ്ക്കായി ദിവസം നമുക്ക് വീഴാം. അങ്ങനെ ശക്തി ലഭിച്ച ദൈവഭക്തൻ ദാവീദിനെ പോലെ ഈ ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൽ നീ ശരണം പ്രാപിക്കും. 91 സംഘത്തിൽ 3-4 വാക്യങ്ങൾ ആണ് നമ്മളെ അത് ഓർപ്പിക്കുന്നത്. അപ്പോൾ ഇത് നാളുകളിൽ നമ്മൾ സ്വയം കൊണ്ട് നമുക്ക് ശത്രു തന്ത്രങ്ങളെ ജയിക്കാൻ കഴിയില്ല. ആകയാൽ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും വചനവുമായി നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. 91 സംഘത്തിൽ പറഞ്ഞാൽ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് ആശ്രയിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. നിൻ്റെ ശക്തി ശത്രുവിൻ്റെ കർത്താവ്, നിങ്ങൾ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. ശത്രുവിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളുടെ വിട്ട് ഓടിപ്പോകുമെന്ന് എൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, നിഹളവും അഹങ്കാരവും ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഇടയാവരുത്. താഴ്മ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ വളരുവാൻ ഇടയാക്കണമേ. അങ്ങ് സാത്താനെ ജയിച്ചതുപോലെ വചനം കൊണ്ട് ജയിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ആത്മശക്തികൾ ഓരോ ദിവസവും ജീവിപ്പാൻ ഞങ്ങൾക്ക് ശത്രു കൊണ്ടുവരുന്ന ഓരോ തന്ത്രങ്ങളെയും കർത്താവെ വചനം കൊണ്ട് കർത്താവെ ഓരോ സാഹചര്യവും ജയിപ്പാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ജനത്തെയും നീ ശക്തീകരിക്കണം. അവർ ജീവിതത്തിലും ശത്രുവിൻ്റെ കർത്താവെ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ വീഴ്ത്തുവാനും കർത്താവെ തകർത്തുകളയാനും വരുന്ന കർത്താവെ ആ തന്ത്രങ്ങളെ മനസ്സിലാക്കി ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കും ജയിപ്പാനുള്ള കൃപ നീ കൊടുക്കണം. അതിനായിട്ട് ഞാൻ ആത്മബലം തരണം. നിൻ്റെ വചനം ഞെത്താൻ ഞങ്ങളെ ശക്തീകരിക്കണം. നിൻ്റെ കൃപാവരങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ജീവിതത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുന്നവരാക്കി തീർക്കണം. യേശു നാം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.